Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ടുഡേസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഫേസ് മാസ്ക്. ഫേസ് മാസ്ക് ശരിക്കും വർക്ക് ആവും, ഫേസ് മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് യൂസിങ് ദി ഫേസ് മാസ്ക്, പിന്നെ ഞാൻ ട്രൈ ചെയ്ത കുറച്ച് ഫേസ് മാസ്കിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ഫസ്റ്റ്, വാട്ട് ടു എക്സ്പെക്ട് ഫ്രം എ ഫേസ് മാസ്ക്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സോൾലി ഫേസ് മാസ്കിൽ മാത്രം ഒരിക്കലും റിലൈ ചെയ്യില്ല. നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് അഡീഷണലി ഒരു ഇവന്റ് വരികയാണെങ്കിൽ ഒരു ഗ്ലോ അപ്പ് ഓർ കുറച്ചുകൂടെ ഒരു സ്കിന്നിനെ ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളപ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അഡീഷണൽ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഫേസ് മാസ്കിനെ കാണുന്നത്. സോ ഫേസ് മാസ്ക് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. ഫേസ് മാസ്ക് മാൻഡേറ്ററി അല്ല. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ യു ഡു നോട്ട് ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എ ഫേസ് മാസ്ക്. നിങ്ങളൊരു പ്രോപ്പർ സ്കിൻ കെയർ റൂട്ടീൻ ബിൽഡ് ചെയ്ത് അത് ഫോളോ ചെയ്യുന്നതിലാണ് മെയിൻലി ടാർഗറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്കിൻ കെയറിൽ ഇൻഡൽജ് ആവണം എന്നൊക്കെ ആണെങ്കിൽ, ഇഫ് യു ലൈക്ക് ആൻഡ് എൻജോയ് ഡൂയിങ് യുവർ സ്കിൻ കെയർ, ദെൻ യു ക്യാൻ ആഡ് എ ഫേസ് മാസ്ക്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ബട്ട് ഞാനൊരു സ്കിൻ കെയർ ജങ്കിയാണ്. എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കൊരു സെൽഫ് ടൈമായിട്ടാണ് ഞാൻ കാണുന്നത്. ഐ റിയലി എൻജോയ് ഡൂയിങ് മൈ സ്കിൻ കെയർ റൂട്ടീൻ. അതുകൊണ്ട് തന്നെ ഐ ലൈക്ക് യൂസിങ് ഫേസ് മാസ്ക് ടു. നെക്സ്റ്റ്, ഫേസ് മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഫേസ് മാസ്ക് ഞാൻ ജനറലി യൂസ് ചെയ്യാറുള്ളത് വീക്ക്ലി വൺസ് ആണ്, മാക്സ് ടു മാക്സ് വീക്ക്ലി ട്വൈസ്. ഓക്കെ, നോട്ട് മോർ ദാൻ ദാറ്റ്. ഫേസ് മാസ്ക് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഒരു ഫേസിൽ മാത്രം യൂസ് ചെയ്യുക. ദാറ്റ് ഇസ്, ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി ഫേസ് വാഷ് ചെയ്യാൻ മറക്കരുത്. ഓരോ ഫേസ് മാസ്കും നമ്മൾ എത്ര നേരത്തേനാണ് അപ്ലൈ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് അതായത് പ്രൊഡക്റ്റിന്റെ ഇൻസ്ട്രക്ഷൻ ഏരിയാസിൽ മെൻഷൻഡ് ആയിരിക്കും. ജനറലി ഐ വുഡ് സേ സംവെയർ ഇൻ ബിറ്റ്വീൻ 10 minutes to 15 minutes ഇസ് ദി സ്വീറ്റ് സ്പോട്ട്. ഇൻസ്ട്രക്ഷൻ ഓഫ് യൂസേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പല പ്രൊഡക്റ്റിലും, ദാറ്റ് ഇസ് പല ഫേസ് മാസ്കിലും 2 to 3 times എ വീക്ക് യൂസ് ചെയ്യൂ ഓർ AM ആൻഡ് PM റൂട്ടീനിൽ യൂസ് ചെയ്യാം എന്നൊക്കെ മെൻഷൻഡ് ആയിരിക്കും. പ്ലീസ് ഡു നോട്ട് ബിലീവ് ഇറ്റ് ബ്ലൈൻഡ്ലി. What I'm saying here is that ഫേസ് മാസ്ക്, എസ്പെഷ്യലി എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ഒക്കെ 1-2 തവണ ഒരാഴ്ചയിൽ യൂസ് ചെയ്യുന്നത് ധാരാളമാണ്. ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ഉള്ള ഫേസ് മാസ്ക് ഡെഫിനറ്റ്ലി രാത്രി മാത്രം യൂസ് ചെയ്യുക, രാവിലെ ഒരിക്കലും യൂസ് ചെയ്യരുത്. ബിക്കോസ് എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ആർ ഫോട്ടോ സെൻസിറ്റീവ്. നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിക്കുന്നത് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ സ്കിൻ. സോ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ഉള്ള മാസ്ക് ഒക്കെ ഡെഫിനറ്റ്ലി PM ടൈം ഓർ രാത്രി മാത്രം യൂസ് ചെയ്യുക. പല ടൈപ്പ് ഓഫ് ഫേസ് മാസ്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ഉള്ള ഫേസ് മാസ്ക് അവൈലബിൾ ആണ്. അല്ലാതെ ജനറലി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സൂതിങ് ആയിട്ടുള്ള ഫേസ് മാസ്കും ഉണ്ട്. സെയിം വേ ക്ലേ മാസ്കും അവൈലബിൾ ആണ്, ഓർ ജെല്ലി ടൈപ്പ് ഓഫ് ഫേസ് മാസ്കും അവൈലബിൾ ആണ്. സോ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ് ആൻഡ് പ്രിഫറൻസസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഫേസ് മാസ്ക് ഇടുന്നതിൽ ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ ഫേസ് മാസ്ക് റിമൂവ് ചെയ്യുന്ന ഓർ വാഷ് ഓഫ് ചെയ്യുന്ന പ്രോസസ്സ്. ഇറ്റ് ഈസ് എ റിയലി ടഫ് പ്രോസസ് ഫോർ മീ. എസ്പെഷ്യലി ക്ലേ മാസ്ക് ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാൻ ഭയങ്കര പാടാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഫേസ് മാസ്ക് ഇടാൻ മടിക്കാറുണ്ട്. അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു ഈസി വേ ആണിത്. സോ സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഫേസ് മാസ്ക്, ഐ തോട്ട് I'll share about it too. ഇതൊരു സിലിക്കോൺ സ്പാച്ചുലയാണ്. ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഒരു സൈഡിൽ ഒരു ബ്രഷ് പോലത്തെ ഒരു ടെക്സ്ചർ ഉണ്ട്, ആൻഡ് മറ്റേ സൈഡിൽ കുറച്ച് ഡോട്ടഡ് ടെക്സ്ചർ ഉണ്ട്. ഞാനിത് എങ്ങനെ യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ, ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് 10 to 15 minutes കഴിയുമ്പോൾ അതൊന്ന് ലൈറ്റായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. മോസ്റ്റ് ഓഫ് ദി ക്ലേ മാസ്ക് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ഔട്ട് ആയിട്ടുണ്ടാവും. സോ ഞാൻ ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്യും. ദാറ്റ് ഇസ്, വെറും വെള്ളം വെച്ച് ആ മാസ്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന പ്രോഡക്റ്റിനെ കുറച്ചുകൂടി ഒന്ന് വെറ്റാക്കി കുറച്ച് ക്രീമി ആക്കും, മേക്കിംഗ് ഇറ്റ് ഈസി ടു റിമൂവ് ഇറ്റ്. സോ അതിനുശേഷം ഞാൻ ഈ ഒരു സ്പാച്ചിൽ വെച്ച് ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുമ്പം ലൈറ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ എക്സ്ഫോലിയേഷനും എനിക്ക് കിട്ടും. അറ്റ് ദി സെയിം ടൈം അത് റിമൂവ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആവാറുണ്ട്. ഇത് ആക്ച്വലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേറ്റർ ആണ്. ഇഫ് യു വോണ്ട് യു ക്യാൻ യൂസ് ഇറ്റ്. ഇത് ഫേസ് വാഷ് ചെയ്യാനും നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാം, 1 or 2 a week. ജെന്റിൽ ഒരു എക്സ്ഫോലിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള സംഭവം ഒന്നല്ല. സിൻസ് ഐ യൂസ് ഇറ്റ്, ഐ എം ജസ്റ്റ് ഷെയറിംഗ് വിത്ത് യു. ചേഞ്ച് ഓഫ് സെറ്റപ്പ്, ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ലൈറ്റ് ഇസ് ഓൾ ഗോൺ. ബട്ട് ഇന്ന് ഞാൻ ഫുൾ ഫിൽമിംഗ് മോഡിൽ സെറ്റപ്പായിട്ട് വന്നതുകൊണ്ട് ഐ ഡു നോട്ട് വോണ്ട് ടു സ്റ്റോപ്പ് ഫിൽമിംഗ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ ഫിൽം ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മെയിൻ പാർട്ടിലോട്ട് കടക്കാം. ഐ വിൽ ബി റിവ്യൂയിങ് സം ഓഫ് ദി
ഫേസ് മാസ്ക് ദാറ്റ് ഐ ഹാവ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഔട്ട്. ഫസ്റ്റ് ഫേസ് മാസ്ക് ഇതാണ്. ഇത് ഡോക്ടർ ഷേത്തിന്റെ ലിക്കറിഷ് ആൻഡ് ലാക്ടിക് ആസിഡ് ഫേസ് പീലാണ്. ഇതിന് 449 rupees ആണ് ഫോർ 30 grams ഓഫ് പ്രോഡക്റ്റ്. ആക്ച്വലി ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് ടു ബി ഓണസ്റ്റ്. ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് 8.8% ലാക്ടിക് ആസിഡ്, ലിക്കറിഷ് എക്സ്ട്രാക്ട് ആൻഡ് 2% നയസിനമൈഡ് ആണ്. ഇതൊന്നും കൂടാതെ ഇതിൽ വേറെയും കുറെ നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ദാറ്റ് ഇസ് അലോ എക്സ്ട്രാക്ട്, കാലൻഡ്യൂല എക്സ്ട്രാക്ട്, ഗ്ലിസറിൻ ആൻഡ് അലൻറ്റോയിൻ. ഇതിനൊരു ജെൽ ടെക്സ്ചർ ആണ് ഉള്ളത് ആൻഡ് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പ് ക്യാൻ യൂസ് ദിസ്. ലാക്ടിക് ആസിഡ് കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ആണ്. ബട്ട് ദിസ് ഇസ് എ വെരി മൈൽഡ് എക്സ്ഫോളിയൻറ്റ്. 8.8% എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കുറച്ചുകൂടെ ഹയർ ആണ്. പക്ഷേ ഇതൊരു മൈൽഡ് എക്സ്ഫോളിയൻ്റ് ആണ്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ടെസ്റ്റ് ഔട്ട് ചെയ്യുക. നല്ലൊരു ഫേസ് മാസ്ക് ആണ്. പീൽ എന്ന് പറഞ്ഞാൽ ഇതൊരു പീൽ ഓഫ് മാസ്ക് ഒന്നും അല്ല. ഇത് നമ്മുടെ നോർമൽ ഫേസ് മാസ്ക് ആണ്. ദാറ്റ് ഇസ് കഴുകിക്കളയുന്ന ടൈപ്പ് ഓഫ് ഫേസ് മാസ്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്കും നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ദി ബെസ്റ്റ്. ഇത് നമുക്ക് 3 രീതിയിൽ യൂസ് ചെയ്യാമെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഒരു ഫേസ് മാസ്ക് പോലെ അപ്ലൈ ചെയ്ത് കഴുകിക്കളയുന്ന രീതിയിൽ ഒരു മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് ഓവർനൈറ്റ് മാസ്ക് പോലെ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. ഞാൻ ഇതൊരു ഫേസ് മാസ്ക് പോലെ ഇട്ടിട്ട് കഴുകിക്കളയുന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെയും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഫേസ് മാസ്ക് ആട്ടോ ഇത്. ഇതിൽ മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതിലുള്ള ലിക്കറിഷും നയാസിനമൈഡും ഒക്കെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ആക്നെ മാർക്സ് ഒക്കെ ഒന്ന് ഫേഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതൊരു ജെൽ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫേസ് മാസ്ക് കൂടെ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫേസ് മാസ്ക് ആണ്. ഐ റിയലി റെക്കമെൻഡ് ദിസ്. വീണ്ടും ഡോക്ടർ ഷേത്തിന്റെ തന്നെ ഒരു ഫേസ് മാസ്ക് ആണ്. ദിസ് ഇസ് ദി ഗുലാബ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് മാസ്ക്. ഇതിന് 399 rupees ആണ് MRP വരുന്നത് ആൻഡ് ദിസ് ഇസ് 50 grams ഓഫ് പ്രോഡക്റ്റ്. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് 5% ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് 15% കെയോലിൻ ക്ലേ ആണ്. അതുകൂടാതെ ഇതിൽ ഗുലാബ് എക്സ്ട്രാക്ട് ദാറ്റ് ഇസ് റോസ് എക്സ്ട്രാക്റ്റും ഉണ്ട്, ബെൻറ്റനൈറ്റ് ക്ലേയും ഉണ്ട്, പിന്നെ അലോ എക്സ്ട്രാക്റ്റും ഉണ്ട് കേട്ടോ. ഇതൊരു ക്ലേ മാസ്ക് ആണ്. ദാറ്റ് ഇസ് ഒരു ക്ലേ ബേസ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പിനൊക്കെ പറ്റിയ ഒരു ഫേസ് മാസ്ക് ആണ്. ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ ഓർ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലൈക്കോളിക് ആസിഡ് നല്ലൊരു പവർഫുൾ കുറച്ചൊരു സ്ട്രോങ്ങർ എക്സ്ഫോളിയൻ്റ് ആണ് ആൻഡ് ഇതിൽ 5% ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്ര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ പറയില്ല. പ്ലീസ് ഡു എ പാച്ച് ടെസ്റ്റ് ബിഫോർ അപ്ലൈയിങ്. ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ആണിത്. അതുകൂടാതെ ക്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിലെ സീബം കൺട്രോൾ ചെയ്യാനും കുറച്ച് സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആണിത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫേസ് മാസ്ക് തന്നെ കേട്ടോ ഇത്. പക്ഷേ ഇതിന്റെ പാക്കേജിങ് ഐ വുഡ് സേ ഇസ് നോട്ട് ദി റൈറ്റ് ഫോർ ദിസ് കൈൻഡ് ഓഫ് മാസ്ക്. ഇത് ക്ലേ ബേസ്ഡ് മാസ്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ട്യൂബ് പാക്ക് നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ഇത് ടബിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. അതർ ദാൻ ദാറ്റ് എനിക്ക് ഇതിൽ കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാനില്ല. നല്ലൊരു ഫേസ് മാസ്ക് ആണ്. ആക്നെ പ്രോൺ ഓർ ടെക്സ്ചേർഡ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ദിസ് ഫേസ് മാസ്ക് ഇസ് ഫോർ യു. ഇത് ഡെർമാക്കോന്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് മാസ്ക് ആണ്. ഇതിന്റെ MRP 499 rupees ആണ് ആൻഡ് ഇതിൽ 50 grams ഓഫ് പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. ഇതിൽ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് 2% സാലിസിലിക് ആസിഡ് ആണ്. അതുകൂടാതെ കെയോലിൻ ക്ലേയും ബെൻറ്റനൈറ്റ് ക്ലേയും ആക്ടിവേറ്റഡ് ചാർക്കോളും ഒക്കെ ഇതിലുണ്ട്. വേറെയും കുറെ നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. ദാറ്റ് ഇസ് കാമോമൈൽ എക്സ്ട്രാക്ട് ഉണ്ട്, അലോ എക്സ്ട്രാക്ട് ഉണ്ട് ആൻഡ് ഗ്ലിസറിനും ഉണ്ട്. കെയോലിൻ ക്ലേ, ബെൻറ്റനൈറ്റ് ക്ലേ പോലത്തെ 2 നല്ല പവർഫുൾ ആയിട്ടുള്ള ക്ലേ ഇതിലുണ്ട്. സോ ഇതൊരു ക്ലേ മാസ്ക് ആണ്. ആൻഡ് സാലിസിലിക് ആസിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആക്നെ പ്രോൺ സ്കിന്നിന് സാലിസിലിക് ആസിഡിന്റെ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡും ഇല്ല. ഇതൊരു ക്ലേ മാസ്ക് ആയതുകൊണ്ട് തന്നെ ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് ഞാൻ ഇത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ആക്നെ പ്രോൺ ഓർ ടെക്സ്ചേർഡ് സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് ഇസ് ദി ബെസ്റ്റ് ഫോർ യു. സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എക്സ്ഫോളിയേറ്റും ചെയ്യും, അതിന്റെ കൂടെ തന്നെ ആക്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്ത് നല്ലൊരു ഡീടോക്സിഫിക്കേഷനും ഇത് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് ശേഷ ആയുർവേദയുടെ ഈ ഒരു കസ്തൂരി മഞ്ഞളാണ്. ഇത് ആക്ച്വലി കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. ഇതൊരു വാട്ടർ കണ്ടന്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ഫേസ് മാസ്ക് ആണ്. ഞാൻ ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിന് മുന്നേ ഒരു ഗ്ലോ അപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിത് അപ്ലൈ ചെയ്യുന്ന കാണിക്കുന്നുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഞാൻ ഇതൊരു സ്പെഷ്യൽ ഇവന്റ് ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. ഇതിന്റെ MRP വരുന്നത് 399 rupees ആണ് ഫോർ 25 grams ഓഫ് പ്രോഡക്റ്റ്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട്
ഏതെങ്കിലും ഒരു ലിക്വിഡായിട്ട് മിക്സ് ചെയ്യാം. ദാറ്റ് ഇസ് റോസ് വാട്ടർ ഓർ കേർഡ്, മിൽക്ക്. ഇതിനെ കുറച്ചുകൂടി ഒരു ഹൈഡ്രേറ്റിംഗ് ആക്കണമെങ്കിൽ അലോവേര ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ പണ്ടോട്ടേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. ആ ഒരു യെല്ലോ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാൻ നേരത്ത് ലൈറ്റ് ഒരു യെല്ലോ ടിൻറ്റ് മുഖത്ത് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതിലും എനിക്കിഷ്ടം ഈ ഒരു കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. പിന്നെ എനിക്കിതിൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യാൻ നേരത്ത് ലൈറ്റ്ലി ഒന്ന് ഇങ്ങനെ ജെന്റ്ലി റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഫിസിക്കൽ എക്സ്ഫോളിയേഷനും ഇത് പ്രൊവൈഡ് ചെയ്യും. ബിക്കോസ് ലൈറ്റ് തരിതരിപ്പുണ്ട് ഇതിന്. സോ ഇഫ് യു ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ് ദെൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ലാസ്റ്റ് 3 ഫേസ് മാസ്കും ഫ്രേഗ്രൻസ് ഉള്ള ഫേസ് മാസ്ക് ആണ്. സോ ഇഫ് യു ഡു നോട്ട് ലൈക്ക് ഫ്രേഗ്രൻസ് ദെൻ ദീസ് ആർ ദി ഓൺലി ഓപ്ഷൻസ് ഐ ഹാവ്. നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് കുഴപ്പമില്ല എന്നാണെങ്കിൽ ദെൻ കണ്ടിന്യൂ വാച്ചിങ്. ഫസ്റ്റ് വൺ ഈ ഫോക്സ്ടെയിലിന്റെ ഓവർനൈറ്റ് ഗ്ലോ ഫേസ് മാസ്ക് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 595 rupees ആണ് ഫോർ 30 ml ഓഫ് പ്രോഡക്റ്റ്. അഗെയിൻ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് ഫോർ ദി പ്രൈസ് യു ആർ പേയിങ്. ഇത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ആണ്. ഇതിൽ 4% ഗ്ലൈക്കോളിക് ആസിഡും 3% ലാക്ടിക് ആസിഡും അതുകൂടാതെ മാൻഡലിക് ആസിഡും ഉണ്ട്. പിന്നെ ഇതിൽ നല്ല സ്കിൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ദാറ്റ് ഇസ് പ്രോ വൈറ്റമിൻ B5, ഗ്ലിസറിൻ ആൻഡ് പാന്തനോൾ. ഇതിന്റെ ടെക്സ്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു തിക്ക് ജെൽ കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണ്. ഇത് ആക്ച്വലി മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ഓവർനൈറ്റ് ട്രീറ്റ്മെന്റ് പോലെ ഓവർനൈറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഐ ഡു നോട്ട് സജസ്റ്റ് ദാറ്റ്. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കിടക്കുന്നതിന് കുറച്ച് നേരം മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്കിത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നി. സോ ഞാനിത് അപ്ലൈ ചെയ്തൊരു ഹാഫ് ആൻ അവർ വരെ വെച്ചിട്ട് കഴുകി കളഞ്ഞു കേട്ടോ. ബിക്കോസ് എനിക്കിത് വെച്ചിട്ട് കിടക്കാനേ പറ്റിയില്ല. സോ ഐ ഡു നോട്ട് റെക്കമെൻഡ് യൂസിങ് ദിസ് ആസ് ആൻ ഓവർനൈറ്റ് ഫേഷ്യൽ മാസ്ക്. എഗെയിൻ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ്. ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാം. ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ആണെങ്കിൽ എനിക്കിതിൽ ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ്. നല്ലൊരു ഹൈഡ്രേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യും. ഇത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോഴും നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. സോ ആ ഒരു ഫാക്ടറിൽ ഐ റിയലി ലൈക്ക് ദിസ് പ്രൊഡക്റ്റ്. ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും മാൻഡലിക് ആസിഡും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റും ചെയ്യും. ലൈറ്റ് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റും ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ വുഡ് നോട്ട് സേ ദിസ് ഇസ് ദി ബെസ്റ്റ് ഔട്ട് ദെയർ ഓർ ദിസ് ഇസ് മൈ ഫേവറേറ്റ്. പക്ഷെ ഇത് ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. കുറേ പേർക്ക് ഇത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിൻ ആണ്, കുറച്ചുകൂടി ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് വേണ്ടത്, കുറച്ചുകൂടി ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ആണ് വേണ്ടതെങ്കിൽ then you can try this. അടുത്തത് മൂഡിയുടെ ഈ ഒരു വൈറ്റമിൻ സി ജെല്ലി ഫേസ് മാസ്ക് ആണ്. ഇതൊരു ഡീസെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ഫ്രൂട്ട് AHAs ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ആണ്. സോ ഇത് പവർഫുൾ എക്സ്ഫോളിയൻസ് അല്ല ഇതിലുള്ളത്. മൈൽഡ് ആയിട്ടുള്ള ജെന്റിൽ ആയിട്ടുള്ള എക്സ്ഫോളിയൻസ് ആണ് ഉള്ളത്. ആൻഡ് വൈറ്റമിൻ സിയും ഇതിലുണ്ട്. ഇതിന് 499 rupees ആണ് വരുന്നത് ഫോർ 80 gram ഓഫ് പ്രോഡക്റ്റ്. സോ അത്യാവശ്യം വലിയൊരു ട്യൂബാട്ടോ ഇത്. ഇതിൽ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ഫ്രൂട്ട് AHAs ആണ്. ദാറ്റ് ഇസ് സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച് ആൻഡ് ലൈമിൻ്റെ എക്സ്ട്രാക്ട്സ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വൈറ്റമിൻ സി റിച്ച് ഫേസ് മാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നയാസിനമൈഡും ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും ഉണ്ട്. ഇതും ഒരു തിക്ക് ജെല്ലി കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണ് ഉള്ളത്, വിച്ച് ഇസ് റിയലി നൈസ്. ഇതും അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആട്ടോ. ഈ ഒരു ജെല്ലി കൈൻഡ് ഓഫ് ടെക്സ്ചർ ഉള്ള ഫേസ് മാസ്ക് കുറച്ചുകൂടി ഒരു ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ജെന്റിലായിട്ടുള്ളൊരു എക്സ്ഫോളിയേഷനും ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഫേസ് മാസ്ക് ആണ്. ആൻഡ് ഇഫ് യു ഡു നോട്ട് മൈൻഡ് ഫ്രേഗ്രൻസ് ഇൻ യുവർ ഫേസ് മാസ്ക്. അടുത്തത് ദി വൈറൽ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് ഫോക്സ്ടെയിലിൻ്റെ സ്കിൻ റേഡിയൻസ് ഫേസ് മാസ്ക് ആണ്. ഇത് അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കുറേ പേർക്ക് ഇത് ഇഷ്ടമാണ്. ഇതിന് 549 rupees ആണ് ഫോർ 75 ml ഓഫ് പ്രോഡക്റ്റ്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എഗെയിൻ ഇതിൽ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ലാക്ടിക് ആസിഡ്. അതുകൂടാതെ ഇതിൽ ബ്രസീലിയൻ പേർപ്പിൾ ക്ലേയും കെയോലിൻ ക്ലേയും ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ ഞാൻ കണ്ട വേറെ 2 സ്കിൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഗ്ലിസറിനും അലൻടോയിനും. ക്ലേ മാസ്ക് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് ലാക്ടിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടാൻ റിമൂവലിനും ചെറിയൊരു ഗ്ലോ ഒക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആയിട്ടാണ് ഇപ്പം ഞാനൊരു ടോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ദിസ് പ്രോഡക്റ്റ് ഡിഡ് നോട്ട് വർക്ക് വെൽ ഫോർ മീ. എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ സ്കിൻ അങ്ങോട്ട് ബേൺ ചെയ്യുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി, കുറച്ച് നീറാൻ തുടങ്ങി. ഫ്രേഗ്രൻസ് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെനിക്ക് വർക്കൗട്ട് ആയില്ല കേട്ടോ. ഇതെനിക്ക് സ്കിന്നിൽ ബേൺ ചെയ്ത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു സ്കിന്നിൽ. 1-2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ഇതെനിക്കൊരു ബ്രേക്ക് ഔട്ട് വരുമോ അല്ലെങ്കിൽ സ്കിന്നിന് വേറെ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ബട്ട് ദാറ്റ് ബേണിംഗ് സെൻസേഷൻ
വാസ് ദെയർ ത്രൂ ഔട്ട്. ഞാനിത് റിമൂവ് ചെയ്ത് കളയുന്നോടം വരെ ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിരുന്നു. എഗെയിൻ ദിസ് ഇസ് ജസ്റ്റ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്കറിയാം ഇത് കുറേ പേർക്ക് ഇഷ്ടമാണ്. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. ബട്ട് ദിസ് സാഡ്ലി ഡിഡ് നോട്ട് വർക്ക് ഔട്ട് ഫോർ മീ. കുറേ ഹൈപ്പ് കണ്ട് വർക്കൗട്ട് ആവണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. ബട്ട് ദിസ് ജസ്റ്റ് ഡിഡ് വർക്ക് ഔട്ട് ഫോർ മീ. നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവില്ല എന്നൊന്നല്ല, ഐ എം ജസ്റ്റ് സ്റ്റേറ്റിംഗ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഹിയർ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് വേറെ കുറച്ച് യൂട്യൂബ് റിവ്യൂസും ഒക്കെ കണ്ടിട്ട് മാത്രം വാങ്ങിക്കാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ആൻഡ് യുവർ എക്സ്പീരിയൻസ് ഓൾസോ. ഞാൻ ഇതിന് മുന്നേ കളക്റ്റീവ് സൺസ്ക്രീൻ റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പ്ലമ്മിൻ്റെ 2 സൺസ്ക്രീൻസ് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഹാഡ് വൈറ്റ് കാസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഹെവി ഫോർ മൈ സ്കിൻ. എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ അതോ ആ പ്രൊഡക്റ്റ് എനിക്ക് വർക്കൗട്ട് ആവാത്തതാണോ എന്തോ, എനിക്കത് വർക്കൗട്ട് ആയില്ല. പക്ഷെ കുറേ പേർക്ക് അത് ഇഷ്ടമായി, കുറേ പേരത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിൻ കെയർ ഇസ് വെരി വെരി സബ്ജക്റ്റീവ്. വാട്ട് വർക്ക്സ് ഫോർ മീ മൈറ്റ് നോട്ട് വർക്ക് ഫോർ യു. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. So this is it for today's video guys. I hope you guys found this video helpful. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും